എന്ത് പറയാനാണ്, ഇപ്പൊ കുറെ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാടധികം ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ വലഞ്ഞു പോകുന്നത്. ഇപ്പൊ ഇന്ന് കാണാൻ നമുക്ക് പെട്രോളിന്റെ കേസ്, ഗ്യാസിന്റെ കേസ്, ഇപ്പൊ ഒരുപാട് അങ്ങ് എല്ലാരും കൂടെ അങ്ങ് വലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഗ്യാസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ വീട്ടിൽ 2 ഗ്യാസ് ഇരിക്കുന്നു, എനിക്ക് കുഴപ്പമില്ല. ഇപ്പം വീടുകളിലേക്കൊക്കെ ഗ്യാസ് എത്തിക്കാൻ വേണ്ടി നമ്മുടെ റെസ്റ്റോറൻറ്റുകളിലേക്കുള്ള ഗ്യാസ് എല്ലാം കുറച്ചുകൂടെ, അത് വേറൊരു പണി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറയാതെ ആൾക്കാർക്ക് ആഹാരം കഴിക്കേണ്ടത് ഇപ്പം രാവിലെ ഓഫീസിൽ പോകുന്നവർ കാണും, അങ്ങനെ വീട്ടിൽ നിന്ന് കഴിച്ചില്ലെങ്കിലും പൊട്ടൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നവരൊക്കെ കാണും. പക്ഷെ അവർക്കാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടിയിരുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇനിയും അങ്ങനെ പോലും ഒരു ഇതില്ല. പിന്നെ ഹോട്ടലുകളെല്ലാം അടയ്ക്കുന്നതോടെ വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ എന്തായാലും ഇപ്പം ഫുള്ള് ഹോട്ടലുകളെല്ലാം അടയ്ക്കുകയും പിന്നെ നമ്മുടെ പെട്രോളിന് ഭയങ്കരമായ ക്ഷാമം വരാനും പോവുകയാണ്. അതേപോലെ നമ്മുടെ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് മുമ്പ്, ഒരു റീല്. നമ്മുടെ ചെന്നൈയിൽ ഒരു പെട്രോൾ പമ്പിൽ നിൽക്കുന്ന ക്യൂവാണ്. ഇതേപോലെ നമ്മുടെ നാട്ടിലൊക്കെ ക്യൂ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ പണി പാണം ശരിക്കും പറഞ്ഞാൽ. കാറുകളൊക്കെ നേരത്തെ നിരന്നങ്ങ് കിടക്കുക. മിക്കവാറും പെട്രോൾ പമ്പ് എത്തുമ്പോഴത്തേക്കും പെട്രോൾ എല്ലാവരുടെയും കത്തിത്തീരുമെന്നാണ് തോന്നുന്നത്. അമ്മാതിരി ക്യൂ ആ കാറിൻ്റെയൊക്കെ. എന്തായാലും ഭയങ്കരം തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. എന്തായാലും ഈ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതൊക്കെ മാറുമായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പെട്ടെന്നൊരു തീരുമാനം എന്തെങ്കിലും, അഥവാ എന്തെങ്കിലും ഒരു പരിഹാരം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ എല്ലാവരും അതിനനുസരിച്ച് പെട്ടെന്ന് ഓരോ മുൻകരുതലൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും ഇപ്പം ഹോട്ടലൊക്കെ ആണെങ്കിൽ പോലും അടുപ്പുള്ള ഹോട്ടലൊക്കെ എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാതെ സേഫായിട്ടൊക്കെ പോകും. നമ്മുടെ വിറകും കാര്യങ്ങളൊക്കെ കുറച്ച് ഇറക്കി അവരൊക്കെ കാര്യങ്ങളൊക്കെ നടത്തുമെങ്കിലും ഗ്യാസ് മാത്രം വെച്ച് കുക്ക് ചെയ്യുന്ന കുറേ ഹോട്ടൽസ് ഉണ്ട്. അപ്പം അവർക്ക് കൂടുതലാണ് പണി ശരിക്കും പറഞ്ഞാൽ അവിടെ. അപ്പം അവർ ചിലവരിൽ മുഖ്യ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ക്ലോസ് ചെയ്തിട്ട് പോകാനാണ് പരിപാടി. അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പം കുറേയധികം ഹോട്ടൽ അടയ്ക്കും ശരിക്കും പറഞ്ഞാൽ. അപ്പം അങ്ങനെ ഇപ്പം പെട്രോൾ പമ്പിൻ്റെ രണ്ടാമത്തെ വേറൊരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ വീഡിയോ പെട്രോളൊക്കെ കന്നാസിലും കുപ്പിയിലും കിട്ടുന്ന എന്തിനാണ്, പാട്ടിൽ പെറുക്കിലും അതിലും ഇതിലൊക്കെ അങ്ങ് വാങ്ങിച്ചിട്ട് പോവുക. അപ്പോൾ വണ്ടിക്കകത്ത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിടണം. എനിക്കിനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോയി പെട്രോൾ അടിക്കേണ്ടതാണ്. അപ്പം നമ്മളെല്ലാം വണ്ടിയിൽ പെട്രോൾ അടിച്ച് വെച്ചു. എപ്പോൾ വേണമെങ്കിലും ക്ഷാമം വരാം. അത്യാവശ്യം എന്തെങ്കിലും എമർജൻസിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടണമെങ്കിൽ വണ്ടിക്കകത്ത് പെട്രോളില്ലേ നടക്കത്തില്ല. അപ്പോൾ എല്ലാവരും നേരത്തെ പെട്രോളൊക്കെ വാങ്ങിച്ചിട്ട് കുപ്പിയിൽ എത്ര പേര് ക്യൂ നിൽക്കുക വണ്ടിക്കകത്ത് അടിക്കാനും കുപ്പിക്കകത്ത് എക്സ്ട്രാ മേടിച്ചുകൊണ്ട് പോകാനും. മൊത്തത്തിലാണ് കന്നാസിനും നമ്മുടെ വെള്ളത്തിൻ്റെ കുപ്പിയിൽ വരെ മറ്റേ പെട്രോളൊന്ന് വാങ്ങിച്ചോണ്ട് പോവുക ഫുള്ള്. എന്തായാലും ആൾക്കാർ ഫുള്ള് മുൻകരുതലാണ്. പിന്നെ നമ്മുടെ ബാംഗ്ലൂരിലെ ഹോട്ടലൊക്കെ അടച്ചെന്ന് നമ്മൾ അറിഞ്ഞു. അപ്പം എന്തായാലും നമ്മുടെ ഇവിടുത്തെ ഹോട്ടലിൽ ഇപ്പം ഞാൻ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരം പോകുന്ന കുറച്ച് ഹോട്ടലായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവിടുത്തെ ഫുഡില്ല, റെസ്റ്റോറൻറ്റ് അടച്ചു. അപ്പോൾ മൊത്തത്തിൽ എല്ലാം ക്ലോസ് ചെയ്യുവാണ്, പരിപാടിയെല്ലാം നടത്തുവാണ് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ. പിന്നെ വിറക് കൊണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ വിറക് കൊണ്ട് പോകുന്ന ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒരു മിനിമം അങ്ങ് രക്ഷപ്പെട്ടു പോകും. അല്ലാത്തവരൊക്കെ അങ്ങ് അടച്ചിട്ട് പോവാണ് പരിപാടി. അപ്പോൾ കുറച്ച് കാലയളവിലൊക്കെ ആയിരിക്കും അവർ അടയ്ക്കുന്നത്. പക്ഷേ അത്രയും കാലയളവ് അവിടെ അടയ്ക്കുമ്പോഴത്തേക്കും കുറേയധികം ആൾക്കാർക്കാണ് അത് ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാൽ ആയി പോകുന്നത്. അത് അവർക്കും ഒരു ബുദ്ധിമുട്ട്, നമുക്കും ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ ഒരിടത്ത് LPG ഗ്യാസിനെ വെച്ചിട്ട് എന്തോ പരിപാടി. ഇതൊക്കെ എന്താ മാലയൊക്കെ ഇട്ട് കൊടുത്ത് ഗ്യാസ് കിട്ടാനില്ലാത്തതുകൊണ്ട് ഗ്യാസിനെ പിടിച്ച് കിടത്തിയേക്കുന്നുണ്ട. എല്ലാവരും ചുറ്റി നേങ്ങനടിച്ച് കരയുന്നു. എന്തായാലും ഗ്യാസിൻ്റെ കാര്യത്തിൽ വീട്ടിൽ കുറച്ച് പഞ്ഞമില്ല, 2 കുറ്റി ഇരിപ്പുണ്ട് ഫുള്ള്. അതൊക്കെ നേരത്തെ എല്ലാം എടുത്ത് വെച്ചുകൊണ്ട് അതും തീരും ഇപ്പോൾ കുറച്ച് കഴിയുമ്പം. അന്നേരം നമ്മൾ വീണ്ടും നമ്മുടെ പഴയ തനിനാടൻ വിറകിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും. നമ്മളിപ്പോൾ എല്ലാവരും അതിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്തായാലും വീട്ടിലെ ഗ്യാസ് ഒന്ന് വരട്ട് കുഴപ്പമില്ലെന്ന് വെച്ചാണ് ഹോട്ടലിലെ ഗ്യാസൊക്കെ നിർത്തിച്ചത്. എന്തായാലും നമ്മുടെ സാധനം എന്തായാലും തീർന്നു പോവുകയെ. നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡെയിലി, ഗ്യാസൊക്കെ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പം എങ്ങനെയാ കാര്യങ്ങൾ പോകുന്നത് നമുക്കറിയാമല്ലോ, കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഗ്യാസ് കൊണ്ടുള്ള പ്രതിഷേധം എന്തായാലും. പിന്നെ കുറേ ഗ്യാസ് കൊണ്ട് കുക്ക് ചെയ്യുന്ന കുറേയധികം കമ്പനികളിലെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ബീഹാർ മലയാളിയാണ്. എന്തായാലും എല്ലാവരും നിരത്തി അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് ഫുള്ള് ഇത് പരിപാടിയായിട്ടാണ് ഇറങ്ങിക്കുന്നത്. എന്തായാലും കൊള്ളാം. എല്ലാവരും വിറകിലാണെങ്കിലും അവരവരുടെ ആഹാരം അവർ വെച്ച് കഴിക്കുന്നു. എന്തായാലും സംഭവം ഫുള്ള് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. എന്തോരം ആൾക്കാരാണ്ട, എന്തോരം നേരം തന്നിട്ടില്ല, പൊങ്കാല ഇടുന്ന പോലെ നിരന്നിരുന്ന് അടുപ്പ് സെറ്റ് ചെയ്ത് അതിനകത്ത് അവരിരുന്ന് ഉണ്ടാക്കുന്നത്.
ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കൊറോണ കാലഘട്ടം പോലൊരു കാലഘട്ടം നമുക്ക് തിരിച്ചു വരുവാണോ എന്നൊരു സംശയം ഇതൊക്കെ കാണുമ്പോൾ. എന്ന് വെച്ചാൽ കാലഘട്ടം അതേപോലത്തെ ആണെങ്കിലും അസുഖം കൊണ്ടൊന്നും അല്ലല്ലോ, നമ്മുടെ ഈ ഒരു പ്രതിസന്ധി കൊണ്ടൊക്കെയാണ് നമ്മൾക്ക് ആ ഒരു ഇത് കൊറോണ കാലഘട്ടമൊക്കെ ഓർമ്മ വരും കുറേ പേർക്കൊക്കെ. ഇനി അതിലേക്ക് എന്ന് വെച്ചാൽ പെട്രോൾ കിട്ടാത്തൊരു കാലഘട്ടം അല്ലെങ്കിൽ ഗ്യാസ് കിട്ടാത്തൊരു കാലഘട്ടം അതേപോലെ പറയും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കൊറോണ കാലഘട്ടത്തിൽ വീട്ടിനകത്തിരിക്കുവാണെങ്കിൽ ഇത് വീട്ടിന് വെളിയിൽ ഇറങ്ങണമെങ്കിൽ പെട്രോൾ വേണം, വീട് പുകയണമെങ്കിൽ ഗ്യാസ് വേണം. ഗ്യാസ് ഇല്ലെങ്കിലും അടുപ്പുള്ള വീടൊക്കെ ഉണ്ടെങ്കിൽ അടുപ്പുള്ള വീട്ടാണ് മിക്കതും. പക്ഷേ അടുപ്പങ്ങനെ വലുതായിട്ട് ആരും കത്തിക്കാറില്ല. ഇപ്പം എല്ലാവരും ഗ്യാസാണ് വീട്ടിലാണെങ്കിൽ പോലും. എന്നാലും അടുപ്പുള്ളത് കൊണ്ട് ചെറിയൊരു ആശ്വാസമുണ്ട്. വിറകൊക്കെ വീട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ കുറേയധികം വിറക് കൊണ്ട് കാര്യങ്ങൾ സാധിക്കാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇതേപോലെ വർക്ക് ചെയ്യുന്നവരൊക്കെ എന്ന് വെച്ചാൽ വർക്കർമാരൊക്കെ ഇതേപോലെ ഗ്യാസിലൊക്കെയാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്കൊക്കെ ഇതേപോലെ പെട്ടെന്ന് തന്നെ അടുപ്പ് സെറ്റ് ചെയ്ത് കാര്യം സാധിച്ചെടുത്തില്ലെങ്കിൽ അവർ പട്ടിണിയായിപ്പോവും ശരിക്കും പറഞ്ഞാൽ. എന്തായാലും അവരവരവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഹോട്ടലുകാരാണെങ്കിൽ എത്ര എത്ര ലോഡാണ് നമ്മുടെ ഇവിടുത്തെ. ഞാൻ കണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടുത്തെ അടുത്തുള്ള ഒരു ഹോട്ടലുണ്ട്. അവിടെ ആണെങ്കിൽ ഒരു ഫ്രണ്ടിൽ ഒരു ലോഡ് വിറക് ഇറക്കിയിട്ടേക്കുന്നു. അവിടെ നല്ലപോലെ കച്ചവടം നടക്കുന്ന ഒരു ഹോട്ടലാണ്. അപ്പം അവരിഷ്ടം പോലെ വിറക് ഇറക്കിയിട്ടേക്കുന്നു. വിറക് ഇറക്കുവാണെങ്കിലും എത്രത്തോളം ഇറക്കും, നമുക്ക് ആ ഒരു വിറക് ഇറക്കുന്നതനുസരിച്ച് ഓരോ ഹോട്ടലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിറക്കും. ഇനിയും അതിൻ്റെ വില ഇനിയും കൂടും, അത് വേറൊരു കാര്യം. അതിനിയും ഭയങ്കര റേറ്റൊക്കെ ഇട്ട് ഭയങ്കര ഇതാക്കി ലോഡിന് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വിടും. എല്ലാവരും ഈ സമയത്ത് ഇനിയും വിറകിനെ ആശ്രയിക്കാൻ പോകുന്നതാണ്. എന്തായാലും അതിൻ്റെ പേര് കുറേ അധികം റീൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് ഒഴുകുന്നത്. എന്തായാലും എല്ലാവരും ഇത് തരണം, നമ്മുടെ കൊറോണയൊക്കെ തരണം ചെയ്തില്ലേ, അതിൻ്റെ അത്രയൊന്നും വരത്തില്ലല്ലോ സംഭവം ശരിക്കും ഇതൊന്നും. എന്തായാലും ഇതൊന്നും വലിയൊരു പ്രശ്നമല്ല ശരിക്കും പറഞ്ഞാൽ. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലുമൊക്കെ നടത്തിയാൽ തന്നെ നമുക്ക് ഈ ഒരു എന്തായാലും പെട്ടെന്നൊന്നും ഇതിങ്ങനൊന്നും ഫുള്ളായിട്ട് വരാൻ പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ തീരുമാനം ഇതിന് ഉണ്ടാകും. അപ്പം തീരുമാനം ഉണ്ടാകുന്നിടം വരെ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കാര്യം സിമ്പിളാണ്. പക്ഷേ ഇതേപോലെയൊക്കെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. അപ്പം എല്ലാവരും വണ്ടിക്കകത്ത് പെട്രോൾ അടിക്കേണ്ടവർ പെട്രോൾ അടിച്ച്, വീട്ടിൽ ഗ്യാസ് ഒക്കെ ഗ്യാസൊക്കെ നേരത്തെ മേടിച്ചൊക്കെ വെച്ച്. എന്നാലും വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ 2 ഗ്യാസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഒരെണ്ണം തീരും, ഒരെണ്ണമാണ് ഇരിക്കുന്നത്. അപ്പം അത് തീർന്നു കഴിഞ്ഞാൽ അടുത്ത് വെച്ചാൽ പിന്നെ നമ്മൾ അടുത്ത് ഓർഡർ ചെയ്യുന്ന പരിപാടിയാണല്ലോ ഇത്. അപ്പം നമുക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് പിന്നെ വരും. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു യുദ്ധം കാരണം ബാക്കിയുള്ളവർ നല്ല രീതിയിൽ തന്നെ വളഞ്ഞിട്ടുണ്ട്. നമ്മളെ ശരിക്കും പറഞ്ഞാൽ പെടും. എന്തായാലും ആ ഒരു കാലഘട്ടം നമ്മുടെ കൊറോണ കാലഘട്ടമായിരുന്നു ഇതിലും നല്ലത് ശരിക്കും പറഞ്ഞാൽ. ഈ മനുഷ്യന് ആഹാരം കഴിക്കാനുള്ളതും പിന്നെ മനുഷ്യന് എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പോകാനുള്ള എന്തെങ്കിലും പരിപാടി നോക്കാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ കൊറോണ കാലഘട്ടത്താണെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ മതി, ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിലേക്ക് എത്തിക്കാം. പിന്നെ അന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പം എല്ലാവരും അതിനനുസരിച്ച് നിന്നു. ഇതും അതേപോലെ തന്നെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പരിപാടി. ഓരോരുത്തരൊക്കെ വിറകിലേക്ക് എല്ലാവരും മാറിയിട്ടുണ്ട്. നമ്മുടെ പഴയ കാലഘട്ടം പിന്നെ വണ്ടിയൊക്കെ ഫുൾ ടാങ്ക് അടിച്ചിട്ടാണെങ്കിലും ഒന്നാലോചിച്ച് പെട്രോളൊക്കെ തീർന്നൊരു കാലഘട്ടം. അയ്യോ, റോഡിൽ വണ്ടിയേ ഇല്ല, എല്ലാവരും സൈക്കിളിൽ പോകുന്നു. ഏതാ, ഒരു പൊല്യൂഷനും ഇല്ല, ഒന്നുമില്ല, സെറ്റ്. പക്ഷേ ദൂരോട്ടൊക്കെ സർവീസ് പരിപാടിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും. നമ്മുടെ നിരത്തുകളിലൊക്കെ ഒന്നാലോചിച്ച് സൈക്കിള് മാത്രം, വണ്ടികളൊന്നുമില്ല, അങ്ങനെ ഒരു കാലഘട്ടം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വന്നാൽ അയ്യോ എന്താ വരികല്ലേ. എന്തായാലും അങ്ങനെ വരാതിരിക്കട്ടെ. എന്തായാലും വണ്ടി വേണ്ട സാഹചര്യമാണെങ്കിൽ വണ്ടി തന്നെ വേണം. ഇപ്പം എന്തോരം കാര്യങ്ങൾക്ക് വണ്ടിയൊക്കെ യൂസ് ചെയ്താണ് മറ്റു കാര്യങ്ങളും ട്രാൻസ്പോർട്ടേഷനും ഓരോ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പം വണ്ടി ഓടിയില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പണിയാണ്. അപ്പം പെട്രോളും നമ്മുടെ LPG ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടുമെന്ന് തന്നെ അർത്ഥം. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പമ്പിൽ പോയി കുറച്ച് പെട്രോളൊക്കെ അടിച്ച് വണ്ടിക്ക് സെറ്റാക്കി വെക്കാൻ. നമ്മളെല്ലാത്തിനും മുൻകരുതലെടുക്കുന്ന ടീംസാണല്ലോ. അപ്പം നമുക്ക് അതിന് മുൻകരുതലൊക്കെ എടുക്കണം. എന്തായാലും കുറേയധികം റീൽസാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് ഒഴുകുന്നത്. എന്തായാലും കൊള്ളാം. എന്തായാലും നമ്മൾ അതിനനുസരിച്ച് പോരാടും, നമ്മളതിനനുസരിച്ച് നിൽക്കും. നമ്മളിതിലൊന്നും തളരരുത്. നമ്മുടെ കൊറോണ വന്നപ്പോഴത്തേക്കും നമ്മൾ തളർന്നിട്ടില്ല, പിന്നാണ് ഇത് അല്ലേ. ഇതൊക്കെ എന്ത് ഇനി സമയം കളയാൻ പറ്റത്തില്ല. പെട്രോളൊന്നും പെട്ടെന്ന് വണ്ടിക്കകത്തൊന്നും അടിച്ചിട്ടില്ലെങ്കിലേ പണിയാവും. ഞാൻ പോയി പെട്രോൾ അടിക്കട്ടെ, അല്ലെങ്കിലേ പെട്രോൾ കിട്ടാൻ പിന്നെ വഴിയുണ്ടാവില്ല. അത് പറഞ്ഞപ്പോഴാണ്. അപ്പം ഇനി നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം കേട്ടോ.